എന്താടോ മുഖത്തൊരു ഗൗരവം? എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? ചില സങ്കല്പങ്ങൾ കൊഴിഞ്ഞു വീഴുമ്പോ നമ്മൾ അറിയാതെ നമുക്കൊരു ഗൗരവം വരും. ഫിലോസഫി ആണല്ലോ. എന്താ കാര്യം? തനിക്കിത് എന്ത് പറ്റി സാരംഗ്? അറിഞ്ഞപ്പോ ഞാൻ വല്ലാതെ ഷോക്കായിപ്പോയി. മൈഥിലിയുടെ കൂടെ താൻ ജീവിക്കുന്നില്ല എന്നൊരു തീരുമാനം എടുത്തപ്പോ അതിന് അന്തസ്സുള്ളൊരു കാരണം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത് തന്റെ ഒരു സംശയമാണെന്ന് കേട്ടപ്പോ, അതും അതിന്റെ നിലവാരം കേട്ടപ്പോ, എനിക്ക് താൻ എന്റെ സുഹൃത്താണെന്ന് പറയാൻ പോലും നാണക്കേട് തോന്നി. രഞ്ജിത്ത്, മൈഥിലി അരുണിനെയും ചേർന്ന് സംശയിക്കുക അതിനേക്കാൾ ഭേദമായിരുന്നല്ലോ സൂയിസൈഡ് ചെയ്യുന്നത്. എങ്ങനെയാണോ ഇത്രയും അറപ്പുള്ളൊരു കാര്യം തനിക്ക് ചിന്തിക്കാൻ പറ്റുന്നത്? രഞ്ജിത്ത്, താൻ എവിടെയാണ് ഇരിക്കുന്നതെന്ന് തനിക്ക് ബോധ്യമുണ്ടോ? എന്റെ ഓഫീസിൽ. ഇവിടെ താൻ എന്റെ മാനേജറാണ്, അല്ലാതെ എന്നെ ചോദ്യം ചെയ്യുന്നവനല്ല. എടോ, ഞാനൊരു മനുഷ്യനാണ്, അല്ലാതെ ഇമേജുകളുടെ വ്യത്യാസത്തിൽ മാനേജറുടെ കുപ്പായം, മനുഷ്യരുടെ കുപ്പായം, സുഹൃത്തിന്റെ കുപ്പായം എന്നൊക്കെ പറഞ്ഞ് മാറിയിടാൻ എനിക്ക് പറ്റില്ല. പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുമ്പോ തനിക്ക് എന്നെ നിശബ്ദനാക്കാൻ എളുപ്പമാ. കാരണം ഞാൻ തന്നെ ജോലിക്കാരനാണല്ലോ. പക്ഷെ പറയാനുള്ളതേ ആരുടെ മുഖത്ത് നോക്കിയാലും ഞാൻ പറയും. ഞാൻ ഇതുവരെ ശീലിച്ചതേ അങ്ങനെയാ. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അത്തരം പെർഫോമൻസ് ഒന്നും എന്റെ മുന്നിൽ വേണ്ട. എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഒരഭിപ്രായം പറയാനുള്ള അവകാശവും തനിക്കില്ല. മനസ്സിലായോ? താൻ എന്താ പറഞ്ഞത്? സൂയിസൈഡ് ചെയ്യാനോ? എന്റെ ലൈഫിൽ എന്ത് ചെയ്യണമെന്ന് ഞാനാ തീരുമാനിക്കുന്നത്. അതിന് തനിക്കെന്താണോ? ഒരു കാര്യം ഞാൻ പറയാം രഞ്ജിത്ത്, നിങ്ങൾക്ക് ആരെയും ന്യായീകരിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷെ ആ ന്യായീകരണം കൊണ്ട് എന്റെ മുമ്പിലേക്ക് വന്നു പോകരുത്. മനസ്സിലായോ തനിക്ക്? ഐ എം സോറി രഞ്ജിത്ത്, ഞാൻ പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയതാ. വെറുതെ ഒരു സംശയം വിളിച്ചു പറയാൻ എനിക്ക് ഭ്രാന്തൊന്നുമില്ല. തന്റെ മുന്നിൽ തെളിവ് നിരത്താൻ ഞാൻ തയ്യാറുമല്ല. എടോ, ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിച്ച എന്റെ കുടുംബജീവിതം പതുക്കെ പതുക്കെ അങ്ങ് ഇല്ലാതായി. എനിക്കതിൽ സങ്കടമില്ലാന്നാണോ താൻ കരുതുന്നത്? എടോ, സ്വന്തം കുടുംബത്തിന്റെ പേരിൽ ഏറെ അഭിമാനിച്ചിരുന്നവനാ ഞാൻ. അത് തകർന്നു പോയതിന്റെ വേദന എന്റെ നെഞ്ചിലുണ്ട്. മൈഥിലിയെ സ്നേഹിച്ചു, മൈഥിലിയോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അവൾ പലതും പറഞ്ഞ് സ്വയം ന്യായീകരിച്ചു. പക്ഷേ ഇടയ്ക്ക് താനും അനാമികയും ഒന്നും ഓർക്കണം, നിങ്ങളുടെ ആ പഴയ ചങ്ങാതി വല്ലാതെ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ട്. ചിലപ്പോ വീണു പോവോടോ. അപ്പോ ഒന്ന് കൈപിടിക്കാൻ എനിക്ക് താനേ ഉണ്ടാവും. സാരംഗ്, സംസാരത്തിൽ പോലും തളർന്നു പോകരുതെന്ന് ഞാൻ തീരുമാനിക്കുന്നതുകൊണ്ട് പല വേദനകളും ഞാൻ പറയാതെ പോയിട്ടുണ്ട്. രഞ്ജിത്ത് എന്റെ കൂടെ ഉണ്ടാവണം. ചുറ്റുമുള്ളവരെല്ലാം കുറ്റപ്പെടുത്തുകയാണ് കുട്ടിച്ച. എല്ലാവരും കൂടെ എന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുക. എല്ലാവരുടെയും നിറം പതുക്കെ പതുക്കെ മാറി വരിക. പ്രത്യേകിച്ച് മൈഥിലിയുടെ അച്ഛൻ്റെ. ഇന്നുവരെ എന്റെ നേരെ മുഖമുയർത്തി സംസാരിക്കാത്ത അയാള് ഇന്ന് എന്നോട് കയറക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്നിട്ട് നീ അത് കേട്ടോണ്ടിരുന്നു? ആട്ടണ്ടടാ അയാളെ. ആരുടെ കഥകളാടാ ചർച്ച ചെയ്യുന്നത്? നിന്റെയാണോ? അല്ലല്ലോ, ഗംഗാരന്റെ മോളുടെ അല്ലേ? അപ്പൊ അയാളല്ലേ നിന്റെ മുന്നിൽ തലകുനിച്ചിരിക്കേണ്ടത്? പകരം നിന്റെ മുന്നിൽ ഗർജിക്കാൻ തുടങ്ങിയ നീ ആരാണെന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കണം. എല്ലാത്തിനും കാരണം നിന്റെ അച്ഛനും അമ്മയാണ്. അവരെ നിനക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെങ്കിൽ അയാൾക്ക് നാവ് പൊന്തുമായിരുന്നു. ഇല്ലല്ലോ. അച്ഛനോടും അമ്മയോടും കുട്ടിച്ചൊന്നും സംസാരിച്ച് നോക്കുക. അത് വേണ്ട. ഞാൻ കണ്ണും പൂട്ടി നിന്റെ കൂടെ നിൽക്കുകയാണെന്ന് ഇപ്പൊ അവനറിയണ്ട. എന്താ ഞാനിത് പറയുന്നതെന്ന് അറിയോ?
മൈഥിലി എന്നോടും ലക്ഷ്മിയോടും ഓരോരോ കാര്യങ്ങൾ വന്ന് പറയുന്നത് അവളെ ഞാനോ ലക്ഷ്മിയോ തെറ്റിദ്ധരിച്ചിട്ടില്ല എന്ന് കരുതിയ അതില്ലാതാക്കണം. നിനക്കറിയണ്ടടാ അവളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന്. അതിന് അവളിവിടെ വരണ്ടേ, എന്നോട് സംസാരിക്കണ്ടേ? കുട്ടിച്ചൻ പറഞ്ഞത് ശരിയാ, ഞാനത് ഓർത്തില്ല. ആ, നീ ഒരൊറ്റ കാര്യം ചെയ്താൽ മതി. ഗംഗാധരന്റെ വാക്കുകളുടെ മുനയൊടിക്കണം, അയാളെ മുട്ടുകുത്തിക്കണം. മകളുടെ അവിഹിതത്തിന്റെ പേരിൽ എവിടെങ്കിലും പോയി നാണം കെട്ട് തലതല്ലി ചാവട്ടടാ. സാരംഗേ, ഇനി നിന്റെ തല കുനിയാൻ പാടില്ല. യുദ്ധം നീ തുടങ്ങി വെച്ചു, ഇനി അത് പൂർത്തിയാക്കേണ്ടത് നീയാ. ആർക്കൊക്കെ മുറിവേൽക്കുന്നു, ആരൊക്കെ ചത്തു വീഴുന്നു, അതൊന്നും നീ നോക്കേണ്ട കാര്യമില്ല. ചെല്ലടാ, നിന്റെ ജീവിതം നിന്റെ ഇഷ്ടമാണെന്ന് വിളിച്ച് പറ ഗംഗാധരനോട്. ഞാൻ ഇറങ്ങി കുട്ടിച്ച. ആ, ഞാൻ ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. ഒന്നിങ്ങോട്ട് വരാവോ? എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു അല്ലേ? ചെവി കൊട്ടി അടച്ചില്ലല്ലോ ദൈവം, അതുകൊണ്ട് കേൾക്കേണ്ടി വരുന്നു. നന്നായി. വാളെടുത്തു കൊടുത്ത് കൊല്ലം പറഞ്ഞയച്ചു അല്ലേ? യുദ്ധത്തിലെ കർമ്മ അതല്ലേ ലക്ഷ്മി? ദുഷ്ടൻ. ഏയ്! ലക്ഷ്യം സാധൂകരിക്കാൻ മാർഗം ഏതായാലും കുഴപ്പമില്ലെന്ന് നീതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. കുട്ടിച്ചൻ ദുഷ്ടനാ ലക്ഷ്മി. നല്ലവനായിട്ട് ഒന്നും നേടാത്ത കുട്ടിച്ചൻ ദുഷ്ടനായിട്ട് നേടും. നീ വിളിച്ചോ? ആ പേരെനിക്കിപ്പോ വലിയ ഇഷ്ടമാണ്. വിളിച്ചോ. എന്താ അച്ഛൻ്റെ ഉദ്ദേശം? മനസ്സിലായില്ല. മകളെ ന്യായീകരിക്കാനും രക്ഷിക്കാനും ഒക്കെ എന്തോ കരുത്ത് കിട്ടിയതുപോലെ അഭിനയിക്കുന്നത് കണ്ടു. അതെന്റെ മുന്നിൽ വിലപ്പോകുന്നു തോന്നുന്നുണ്ടോ? എന്റെ മോളെ രക്ഷിക്കാനാണ് ഇറങ്ങുന്നതെങ്കിൽ അതിന്റെ മുന്നിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് അതാരായാലും എനിക്കതൊരു പ്രശ്നമല്ല. മുടിക്കുത്തിന് പിടിച്ച് അവളെ പുറത്തിറക്കി വിടാൻ എനിക്ക് അറിയാഞ്ഞിട്ടല്ല. ഈ സൊസൈറ്റിയിൽ ഞാൻ ഒരു ഐഡന്റിറ്റി സൂക്ഷിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ മാത്രം ക്ഷമിക്കുന്നത്. എന്റെ അച്ഛനോ അമ്മയോ പിന്മളം തരുന്നുണ്ട് എന്നത് ഒരു ധൈര്യമായിട്ട് കാണണ്ട. മോളെയും കൂട്ടി എത്രയും പെട്ടെന്ന് ഇറങ്ങിക്കോ. സാരംഗേ, നീ എന്തായി പറയണേ? ജഗന്നാഥൻ സംസാരിക്കണ്ട, അയാൾക്കുള്ള മറുപടി ഞാൻ പറഞ്ഞോളാം. സാരംഗേ ഉത്തമനായ ഒരു മരുമകനാണ് എന്ന ചിന്തയോടെ തന്നെ ഞാൻ തന്നെ ബഹുമാനിച്ചിരുന്നു. എന്നാൽ അത് തൻ്റെ ഒരു വൃത്തികെട്ട തോന്നൽ കൊണ്ട് താൻ തന്നെ തകർത്തു കളഞ്ഞു. പിന്നെ എൻ്റെ മകളെ മുടിക്കുത്തിനെ ഇവിടുന്ന് പിടിച്ച് പുറത്തിറക്കി വിടാനുള്ള ധൈര്യം, അത്രയും കാണിക്കാനുള്ള ചങ്കൂറ്റമുണ്ടെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാം. താനതൊന്ന് ചെയ്ത് കാണിക്കും. ഉള്ള കാലം പറമ്പിൽ പണിയെടുത്തും കൊത്തിയും കിളച്ചും ഒക്കെ ഉറച്ച ഒരു ശരീരത്തിന്റെ ബലം എവിടെയെങ്കിലുമൊക്കെ കിടക്കുന്നുണ്ടാവും. എനിക്കത് മതി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം,
എന്റെ മകളെ മാനസികമായോ ശാരീരികമായോ ദ്രോഹിക്കാൻ എന്തെങ്കിലും തീരുമാനം മനസ്സിലുണ്ടെങ്കിൽ ഗംഗാധരന്റെ മനോബലം താൻ അറിയും. എടോ, തന്റെ ഈ ലാഭനഷ്ട കണക്കുകളിൽ ഉരുട്ടിയുണ്ടാക്കിയിരിക്കുന്ന ഈ ശരീരമുണ്ട്, അത് എന്റെ ബലം താങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലായോ എനിക്ക്? ഞാൻ അവളുടെ അച്ഛനാ, അവളെക്കുറിച്ച് ഓർത്ത് അഭിമാനിക്കുന്ന അച്ഛൻ. അതുകൊണ്ട് ചോദ്യങ്ങൾ കടുത്ത, ഉത്തരങ്ങളും കടുക്കും. നന്നായി ഗംഗാധര. നമ്മുടെ ഭാഗത്ത് നിന്ന് ശക്തമായൊരു നിലപാട് വരുമ്പോ അവന് അത്ര പെട്ടെന്നൊന്നും തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. എനിക്കിനി മേലും കീഴൊന്നും നോക്കാനില്ല ജഗന്നാഥ. ഇപ്പൊ ഞാൻ ഉറപ്പിച്ചു പറയുക, ഗംഗാധരൻ കുറച്ചു കാലം കൂടി ജീവിക്കും. എന്റെ മകൾക്ക് കരുത്തായി തന്നെ ജീവിക്കും. ഹലോ. ഹലോ. ഫാദർ, ഇത് ഞാനാ. അരുൺ അവിടെ ഉണ്ടോ? അവനോട് അപ്പുറത്തുണ്ടല്ലോ. അവനെന്താ ഹോസ്പിറ്റലിൽ പോവാത്തെ? ലീവും പറഞ്ഞിട്ടില്ല. എന്നെ ഇപ്പോ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിരുന്നു. ആണോ? എന്നോട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. എന്തോ ഒരു സുഖക്കുറവ് പോലെ തോന്നി. ഞാൻ ചോദിച്ചു, പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഫാദർ, അവന് ഫോണൊന്ന് കൊടുക്കോ? ഓ, അതിനെന്താ, കൊടുക്കാലോ. മൈഥിലിയാണോ? ആ, വേണ്ട ഫാദർ, എനിക്കൊന്നും സംസാരിക്കാനില്ല. ഹലോ. അരുൺ എന്താ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാത്തെ? ഉത്തരവാദിത്തം കാണിക്കേണ്ട ഒരു ജോലിയല്ലേ ഇത്? ലീവ് പോലും പറയാതെ ഇങ്ങനെയൊക്കെ ചെയ്യാന്ന് പറഞ്ഞാ? ഡോക്ടർ സക്രിയയുടെ രീതികൾ പിന്തുടരാനാണോ തീരുമാനിച്ചിരിക്കുന്നത്? ഞാനിനി പോകുന്നില്ല. എന്ന് പറഞ്ഞാ ഹോസ്പിറ്റലിന് ഒരു മാനേജ്മെന്റ് ഉണ്ട്, അവരോട് പ്രോപ്പറായിട്ട് ലീവ് പോലും പറയാതെ? മാനേജ്മെന്റിന് വിശ്വാസമില്ലെങ്കിൽ അവരെന്നെ പുറത്തായിക്കോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അരുൺ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. എനിക്ക് ഈ ജോലി ചെയ്യാൻ താല്പര്യമില്ല മാം. ഞാനെല്ലാം അവസാനിപ്പിച്ചു. ഓക്കെ മാഡം. ജോലി വേണ്ടാന്ന് നോക്കിയ നീ എന്തൊക്കെയാടേ പറയുന്നത്? എനിക്ക് പറ്റില്ല ഫാദർ, അവസാനിപ്പിക്കുക നല്ലത്. ഇത്ര നിസ്സാര കാര്യങ്ങൾക്കോ? വേണ്ട ഫാദർ, കേൾക്കുന്നവർ പലർക്കും ഇത് നിസ്സാരമായിരിക്കും, പക്ഷെ എനിക്കതല്ല. എനിക്ക് പ്രിയപ്പെട്ടതെന്ന് തോന്നുന്ന എല്ലാം നഷ്ടപ്പെട്ടാലും ഞാൻ സഹിക്കും, ഈവൻ സ്നേഹം പോലും. പക്ഷെ എൻ്റെ ചേച്ചി ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല. ഒരു കൂടപ്പറപ്പായിട്ട്, സ്വന്തം ചേച്ചിയായിട്ട്, ഇത്രയും കാലം ആരാധനായിട്ടെന്നുള്ള തോന്നൽ പോലും വരാതെ ഇത്രയും നാളും കൊണ്ടു കിടന്നിട്ട് ചേച്ചി എന്നോട് ഞാൻ ആരുമല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും അനാഥനായി, ആരുമില്ലാത്തവനായി. ഇത്രയൊക്കെ ഉള്ളൂ ഫാദർ. ഈ ജീവിതത്തിൽ പ്രത്യേകിച്ചൊരു അർത്ഥമില്ല, ഒരു ഉദ്ദേശമില്ല. ഇതങ്ങനെ അങ്ങോട്ട് തീരും. ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ നീ? ഞാൻ മൈഥിലിയെ ഒന്നുകൂടെ വിളിക്കാം, നിന്നോട് സംസാരിക്കാൻ പറയാം. വേണ്ട, ഡോക്ടർ മൈഥിലിക്ക് എന്നോട് വെറുപ്പാണ്. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഫാദർ. ശിക്ഷിച്ചോട്ടെ, ശിക്ഷിച്ചില്ലാതായിക്കോട്ടെ. ഇതിലിപ്പോ അരുണിന്റെ ഭാഗത്തൊരു തെറ്റ് കാണാൻ എനിക്കിപ്പോ പറ്റുന്നില്ല. അയാളുടെ അവസ്ഥ താനൊന്ന് ആലോചിച്ചു നോക്കിയേ. ചുറ്റും നടക്കുന്ന സംഭവങ്ങളൊന്നും അയാൾക്ക് അറിയില്ലല്ലോ. എല്ലാവരും വൃത്തിയായിട്ട് ഒഴിവാക്കുന്നുണ്ട്. അത് അയാൾക്ക് എങ്ങനെ സഹിക്കാൻ പറ്റും? ഡ്യൂട്ടിക്ക് കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞാ ഈ മാനസിക അവസ്ഥ വെച്ച് ഡ്യൂട്ടിക്ക് കയറി അയാൾ എന്തെങ്കിലും അബദ്ധം കാണിച്ചാ താൻ ക്ഷമിക്കോ? ഈ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ക്ഷമിക്കോ? എടോ, ഞാനൊരു കാര്യം പറഞ്ഞാൽ താൻ കേക്കോ? എന്താ? സത്യത്തിൽ താനിപ്പോ
ഏറ്റവും കനിവ് കാണിക്കേണ്ടത് അരുണിനോടാ. താനൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇനി ഒരു പൊട്ടിത്തെറി ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും അരുണെല്ലാം അറിയില്ലേ, വേദനിക്കില്ലേ? താനിപ്പൊ നടക്കുന്ന അതേ അവസ്ഥയിലാവില്ലേ അയാള്? പക്ഷെ അനാമിക, താൻ അരുണിനെ വിളിക്കണം, ആശ്വസിപ്പിക്കണം. അയാളത് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏത് അസ്വസ്ഥതയിൽ നിന്ന് പുറത്തു വരാൻ അയാൾക്ക് തന്റെ ഒരു വാക്ക് മതി. പ്ലീസ് മൈഥിലി, അത് വേണമെന്ന് തന്നെയാ എനിക്ക് തോന്നുന്നത്. പതുക്കെ പതുക്കെ ഒഴിവാക്കാൻ ഞാൻ ശീലിക്കുക. അത് അരുണിന്റെ ഭാവിക്ക് വേണ്ടിയാ. എന്ത് ഭാവി? സ്നേഹയോടത്തുള്ള ജീവിതമല്ലേ ഈ പറയുന്ന ഭാവി? എടോ, താനിപ്പോ ഒന്ന് പറഞ്ഞേ, സ്നേഹയോടത്തുള്ള അരുണിന്റെ ജീവിതം നല്ലതായിരിക്കോ? എന്നാ ഞാൻ പറയാം, ആയിരിക്കില്ല. സ്നേഹ ഒരു പ്രശ്നക്കാരി ആയിരിക്കും. അരുണിന്റെ ജീവിതകാലം മുഴുവൻ അയാളെ നട്ടല് വളച്ച് അവൾക്ക് മുന്നിൽ നിൽക്കേണ്ടി വരും. ഒന്ന് ചുമ്മാതിരിക്കടോ, അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ. എടോ, ഞാൻ സ്നേഹയൊന്ന് കണ്ടാലോ? താനോ? ഞാൻ കാണാം. ആ കുട്ടിയുടെ തെറ്റിദ്ധാരണ മാറ്റാൻ ഒന്ന് ശ്രമിച്ചു നോക്കാം. നടക്കുകയാണെങ്കിൽ നടക്കട്ടെ, അല്ലെങ്കിൽ വിട്ടേക്കാം. താൻ പോകുന്നതിനൊന്നും ഞാൻ എതിരല്ല. അരുണിനെ ഓർക്കുമ്പോ ഈ കാര്യം ഒന്ന് ക്ലിയർ ചെയ്യുന്നത് നല്ലത് തന്നെയാന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ സ്നേഹയുടെ അടുത്തുനിന്ന് വരുമ്പോഴും ഈ ചിരി ഇതുപോലെ തന്നെ ബാക്കിയുണ്ടാവണം. അക്കാര്യത്തിൽ താൻ പേടിക്കണ്ട. സ്നേഹ സ്മാർട്ടാണ്, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ ചില നേരത്ത് അതിനേക്കാൾ സ്മാർട്ടാവാൻ എനിക്ക് പറ്റും. ഞാൻ എന്തായാലും തീരുമാനിച്ചു. ഞാൻ സ്നേഹയെ കണ്ട് സംസാരിച്ചിരിക്കും. സാരംഗ്, ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനൽസിനെ പോലും അവരുടെ മാതാപിതാക്കൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കും, അല്ലേ രഞ്ജിത്ത്? പക്ഷെ എൻ്റെ കാര്യത്തിൽ അതുണ്ടായില്ല. എൻ്റെ അച്ഛനും അമ്മയും ഞാൻ പറഞ്ഞത് പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞു. അവർക്ക് എന്നെ വിശ്വാസമില്ല. അവർ മൈഥിലിയെ വിശ്വസിക്കുന്നു. മൈഥിലി അവരോട് പെരുമാറുന്നത് അങ്ങനെയല്ലേ സാരംഗ്? യെസ്. മുഖം മൂടിയിട്ട് പെരുമാറാൻ എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ തോറ്റുപോകും. ഒരു യുദ്ധമുഖത്തേക്ക് എത്തുമ്പോഴാണ് ഓരോരുത്തരുടെയും കഴിവുകൾ നമ്മൾ കാണാൻ തുടങ്ങുക. കഴിഞ്ഞ ദിവസം വരെ ഞാൻ ഈ ഭൂമിയിൽ കണ്ടിട്ടുള്ള ഏറ്റവും ദുർബലനായ മനുഷ്യൻ മൈഥിലിയുടെ അച്ഛനായിരുന്നു. കൈ വിറയ്ക്കുന്ന, വാക്ക് വിറയ്ക്കുന്ന ഒരു പാവം മനുഷ്യൻ. പക്ഷെ ഇപ്പൊ അദ്ദേഹം എന്നോട് സംസാരിക്കുന്നത് ഉറച്ച വാക്കുകളാ, വെല്ലുവിളികളാ. അദ്ദേഹം മൈഥിലിയെ പ്രൊട്ടക്ട് ചെയ്യില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അച്ഛനമ്മമാർ ചെയ്യാത്തത് മൈഥിലിയുടെ അച്ഛൻ ഭംഗിയായിട്ട് ചെയ്യുന്നു. ചെയ്യട്ടെ അല്ലേ? പക്ഷെ രഞ്ജിത്ത്, ഞാനത് ബ്രേക്ക് ചെയ്യും. എന്തൊക്കെ സംഭവിച്ചാലും ഈ ബന്ധം ഞാൻ ബ്രേക്ക് ചെയ്തിരിക്കും. താനിപ്പോ ചിന്തിക്കുന്നതൊക്കെ തെറ്റാണെന്ന് പിന്നീട് മനസ്സിലായാൽ അപ്പൊ വേദനിക്കേണ്ടി വരില്ലേ? എനിക്കിനി ഇതിലൊരു പരീക്ഷണത്തിന്റെ ആവശ്യമില്ല. അതൊക്കെ ഞാൻ അവസാനിപ്പിച്ചു. താനിത് മൈഥിലിയോട് പറയണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയല്ല ഞാൻ സംസാരിക്കുന്നത്. മൈഥിലിയോട് ഇത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഓക്കെ. ഒരു വലിയ യുദ്ധത്തിന് കൂട്ടിന് ആരുമില്ലാതെ, ആരുമില്ലാന്ന് പറയാൻ പറ്റില്ല, എന്റെ മോളെന്റെ കൂടെ ഉണ്ട്. ഒന്നുമില്ലടോ, എല്ലാവരും കൂടി എന്നെ തളർത്താൻ നോക്കാം. വിട്ടുകൊടുക്കില്ല രഞ്ജിത്ത്. വിട്ടുകൊടുത്താ പിന്നെ ഈ സാരംഗില്ല.